എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിൻഡോസിൽ എങ്ങനെയാണ് ജീനി C++ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക, ഉബണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് കാണാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക, ഇൻ്റർനെറ്റുള്ള ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ എടുക്കുക. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് HSS ലൈവ് എന്ന് പറഞ്ഞ സൈറ്റാണ് സെർച്ച് ചെയ്യേണ്ടത്. HSSLive.in അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. HSSLive.in എന്ന് പറഞ്ഞ സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ HSSLive.in എന്ന് പറഞ്ഞ സൈറ്റ് തുറക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ജീനി ഫോർ വിൻഡോസ് എന്ന് കൊടുത്താൽ മതി. ജീനി ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടുകൾ വരും. അതിൽ നിങ്ങൾ ഇതുപോലെ വരും, ജീനി GCC C++ കമ്പൈലർ ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് വരുന്നു. HSLiveലെ ആ ജീനിയുടെ പേജ് വരും. അതിൽ ജീനി C++ കമ്പൈലർ ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് താഴെ കാണാം. അവിടെ ഒരു ഏകദേശം ഒരു 70 MB സൈസുള്ള ഒരു ഫയലാണ്. അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. ആ സ്പീഡ് അനുസരിച്ചിട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യലാണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. യെസ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഫയൽ ഈ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഷോ ഇൻ ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ കാണാം. അതിൽ ഏറ്റവും മേലെയായിട്ട് അവസാനം ഡൗൺലോഡ് ചെയ്ത് മേലെ എടുക്കും. അത് ഡബിൾ ക്ലിക്ക് അടിക്കുക. നിങ്ങളുടെ മെസ്സേജ് ചോദിക്കും, അത് നോക്കണ്ട, യെസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ് എഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നെക്സ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കും. അപ്പോൾ ആ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കോളും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിട്ട് അവസാനം നിങ്ങൾ ചെയ്യേണ്ടത്, അവസാനം വരുമ്പോൾ ഇവിടെ ഫിനിഷിന് മുന്നായിട്ട് റൺ ജീനി CP കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫിനിഷ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും. ഇവിടെയാണ് നമ്മൾ C++ ഒക്കെ ടൈപ്പ് ചെയ്യുക. പിന്നെ HTML ആണെങ്കിലും നമുക്ക് വിൻഡോസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ജീനി C++ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണത്. അപ്പോൾ ഇത്രയാണ്. ചെയ്ത് നോക്കുക എല്ലാവരും. ഉബണ്ടു അതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.